ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് അല്ല കേട്ടോ. ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്റ്റിച്ച് ചെയ്യാനും എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഞാൻ പഠിക്കുന്നതിന് മുൻപേ തന്നെ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാറുണ്ട്, അതുപോലെ സ്റ്റിച്ചിങ് ചെയ്യാറുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള റെക്കോർഡ് ബുക്കാട്ടോ ഇത്. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഓരോ സ്റ്റിച്ച്, ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ സ്റ്റിച്ചും ഓരോ മോട്ടിഫിലേക്ക് ചെയ്തതാണിത്. ഇപ്പോൾ ഫസ്റ്റ് പേജിൽ കണ്ടിട്ടുള്ളത് ഞാൻ ഓരോ സ്റ്റിച്ചസാണ്. അത് നമ്മൾ ഓരോ പിക്ചേഴ്സിലേക്ക് വരുമ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ ഞാൻ അത്രയും ഇഷ്ടത്തിൽ ഓരോ ഫോട്ടോസും ഞാൻ പ്രിൻ്റ് എടുത്ത് അത് വരച്ച് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഈ ഓരോ പിക്ചേഴ്സും ഞാൻ ചെയ്തിട്ടുള്ളത്. ഓരോ സ്റ്റിച്ചും, ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ച്, എല്ലാ സ്റ്റിച്ചസും, ചെയിൻ സ്റ്റിച്ച്, നോർമൽ സ്റ്റിച്ചസ്, അങ്ങനെ എല്ലാ സ്റ്റിച്ചസും ഏതൊക്കെ പിക്ചർ വെച്ചിട്ട് ഏതൊക്കെ സ്റ്റിച്ചസ് ചെയ്താലാ ഭംഗി ഉണ്ടാവാന്നൊക്കെ നോക്കി അങ്ങനെ കേട്ടോ ഞാൻ ചെയ്തത്. ഒരുപാട് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ രാത്രി വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പം റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുക. രാത്രി ചിലപ്പോൾ ഉറക്കമൊക്കെ ഒഴിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. കാരണം ഒരുപാട് പെൻഡിങ് വരുമ്പോൾ പിന്നെ ചെയ്യാൻ സമയം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കാട്ടോ ഇതൊക്കെ. ഇതിൽ തന്നെ ഞാൻ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട്, അതുപോലെ ആരി വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ സ്റ്റിച്ച് വെച്ചിട്ടുള്ള മോട്ടീവ്സാണ് ഇതിൽ മുഴുവനുള്ളത്. ഇതിലിനി പഠിക്കാത്ത കുറേ സ്റ്റിച്ചസും ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചത് ഞാൻ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സ്റ്റിച്ചസും ഉണ്ട്. അതല്ലാതെ വേറെയും കുറേ സ്റ്റിച്ച് ഇതിലുണ്ട്. അപ്പോൾ വഴിയെ വരുന്ന ക്ലാസ്സിലൊക്കെ നമുക്ക് ആ സ്റ്റിച്ചസ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് ബുള്ളിയൻ റോസ് ആട്ടോ. ബുള്ളിയൻ റോസിൻ്റെ സ്റ്റിച്ചസാണ് ഇത്. നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാൻ ഡ്രസ്സിലൊക്കെ നോർമലി ചെയ്യുന്നൊരു വർക്കാണിത്, ബുള്ളിയൻ റോസ്. ഇത് ചെയിൻ സ്റ്റിച്ചാട്ടോ. ചെയിൻ സ്റ്റിച്ച് കൊണ്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു മോട്ടിഫാണിത്, ഒരു റെയിൻബോ മോട്ടിഫ്. ഇത് സ്റ്റെം സ്റ്റിച്ച് ഫില്ല് ചെയ്തിട്ടാണ്. സ്റ്റെം സ്റ്റിച്ച് ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയിൽ ഞാൻ മോട്ടിഫ് ചെയ്തതാണ്. അങ്ങനെ ഓരോ സ്റ്റിച്ചും, ഈ സ്റ്റിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ള സ്റ്റിച്ചാണ്. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റിച്ചൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം കേട്ടോ. വരുന്ന ക്ലാസ്സിലൊക്കെ ഞാൻ കാണിച്ച് തരാം. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കാതാ വർക്കാണ്. ഇത് നമ്മൾ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസിലൊക്കെ നമ്മൾ ഈ വർക്ക് കാണാറുണ്ട്. കോട്ടൻ്റെ മെറ്റീരിയൽസിലൊക്കെ നമുക്ക് ഈ വർക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളിയാണ് ഇതുപോലെയുള്ള പിക്ചേഴ്സിലൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ വരുന്നത് ആരി വർക്കാണ്. അത് നോർമൽ ത്രെഡല്ല, ആരി വർക്ക്. ബീഡ്സ് ഒന്നും യൂസ് ചെയ്യാത്ത വർക്കാണ് ഫസ്റ്റ് കണ്ടത്. പിന്നെ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ട്യൂബ് ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഔട്ട്ലൈനാണ്. മിറർ വർക്ക് വരുന്നുണ്ട്, സെർദോസി വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് പറ്റും. കാശ്മീരി വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് ബീഡ്സ്, കംപ്ലീറ്റ് ബീഡ്സ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു വർക്കാട്ടോ. ഇതൊക്കെ കുറേ സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്കാട്ടോ. ഞാൻ ചെയ്ത ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്കിലൊന്നാണിത്. അതുപോലെ 1-2 വർക്കൊക്കെ എനിക്കിതിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കുന്ന വർക്കാണ് ഇത്. കപ്പ് സീക്വൻസ് ആട്ടോ. കപ്പ് സീക്വൻസും ബീഡ്സും. പിന്നെ വരുന്നത് നോർമൽ സീക്വൻസിൻ്റെ ഔട്ട്ലൈനാണ് വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോഴാണല്ലോ ആ പിക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ നോർമൽ നമുക്ക് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്താൽ മതി. ഇത് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വർക്കാണിത്. സീക്വൻസ് ഫുള്ള് ഫിൽ ചെയ്തിട്ടുണ്ട്. ഔട്ട്ലൈനൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ബാക്കി കംപ്ലീറ്റ് സീക്വൻസാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കല്ല, പക്ഷെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വർക്കാട്ടോ. ഇത് ട്യൂബ് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ആപ്ലിക് വർക്ക്. അപ്പോൾ ഇത്രയും വർക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ ഉള്ളതിൽ ഇത്രയും വർക്കാണ് ഞാൻ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
എനിക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സ്റ്റിച്ചസിൻ്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.